കാസർഗോഡ് ജില്ലയിലെ മലയോര പഞ്ചായത്തുകളായ ബളാൽ, കോടോംബേളൂർ പഞ്ചായത്തുകളിലാണ് കൂടുതൽ ക്വാറികളും പ്രവർത്തിക്കുന്നത്. കോടോംബേളൂർ പഞ്ചായത്തിൽ മാത്രം 20 അനധികൃത ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. കോടോംബേളൂർ പഞ്ചായത്തിലെ പനയാർക്കുന്നിൽ ഭീകരമായ രീതിയിലാണ് മല തുരക്കുന്നത്. 100 മീറ്ററിലധികം താഴ്ചയിൽ മല തന്നെ ഇല്ലാതായിരിക്കുന്നു. അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ ജില്ലാ ഭരണകൂടം നടപടിയെടുക്കുന്നില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. ജില്ലാ ഭരണകൂടത്തെയും ഭരണാധികാരികളെയും ഒക്കെ തന്നെ നിരവധി തവണ സമീപിച്ചെങ്കിലും ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ക്വാറി മാഫിയകൾക്കെതിരെ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് വരാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാവുന്നില്ല. ബളാൽ പഞ്ചായത്തിൽ 6 ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒന്നിന് മാത്രമാണ് ലൈസൻസ് ഉള്ളത്. പനത്തടി പഞ്ചായത്തിൽ 4, കള്ളാർ പഞ്ചായത്തിൽ 5, ബേഡടക്ക പഞ്ചായത്തിൽ 21, കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ 10 എന്നിങ്ങനെയാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ക്വാറികളുടെ കണക്ക്. ഭീമനടി, വെസ്റ്റളേരി വില്ലേജുകളിൽ 11 അനധികൃത ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ചീമേനി വില്ലേജിൽ 8 ക്വാറികൾക്ക് ലൈസൻസ് ഇല്ല. വിയ്യൂരിൽ 2ഉം തിമിരിയിൽ 3ഉം ക്വാറികൾ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ക്വാറി ഉടമകളുടെ പേരും ലൈസൻസ് കാലാവധിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണമെന്ന് കർശന നിർദ്ദേശമുണ്ടെങ്കിലും പല പഞ്ചായത്തുകളും ഇത് പ്രാവർത്തികമാക്കിയിട്ടില്ല. ക്വാറികൾ പ്രവർത്തിക്കുന്ന പരിസരത്തെ ജനങ്ങൾ ദുരിതം പേറിയാണ് ഇന്ന് കഴിയുന്നത്. ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.